നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. കെനിയയിലെ നിലവിലെ സംഘർഷാവസ്ഥ കണക്കിലെടുത്ത് രാജ്യത്തെ ഇന്ത്യൻ പൗരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശവുമായി കെനിയയിലെ ഇന്ത്യൻ കോൺസുലേറ്റ്. നിലവിലുള്ള സംഘർഷാവസ്ഥ കണക്കിലെടുത്ത് കെനിയയിലെ എല്ലാ ഇന്ത്യക്കാരും അതീവ ജാഗ്രത പാലിക്കാനും അനിവാര്യമല്ലാത്ത സഞ്ചാരം നിയന്ത്രിക്കാനും സാഹചര്യം മാറുന്നതുവരെ പ്രതിഷേധങ്ങളും ആക്രമണങ്ങളും ബാധിച്ച പ്രദേശങ്ങൾ ഒഴിവാക്കാനും നിർദ്ദേശിക്കുന്നു. കെനിയയിലെ ഇന്ത്യൻ കോൺസുലേറ്റ് പറഞ്ഞു. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ നിർദ്ദേശം പോസ്റ്റ് ചെയ്യുകയായിരുന്നു. തുടർന്നുള്ള ത്രെഡിൽ കെനിയയിൽ താമസിക്കുന്ന ഇന്ത്യൻ പൗരന്മാർ പ്രാദേശിക വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കുമായി സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ പിന്തുടരണമെന്നും കോൺസുലേറ്റ് കൂട്ടിച്ചേർത്തു. നികുതി വർദ്ധിപ്പിക്കാനുള്ള ബില്ലിന് കെനിയൻ പാർലമെന്റ് അനുമതി നൽകിയതിനു പിന്നാലെയാണ് രാജ്യത്ത് സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടത്. പാർലമെന്റിന്റെ വളപ്പിലേക്ക് തള്ളിക്കേറിയ പ്രതിഷേധക്കാർ പോലീസുമായി ഏറ്റുമുട്ടുകയായിരുന്നു. പ്രസിഡന്റ് വില്യം റൂട്ടോ രാജിവെക്കണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം ശക്തമാക്കിയിരിക്കുന്നത്. ചൊവ്വാഴ്ച കെനിയയുടെ സഭയിലേക്ക് ഇരച്ചുകയറാൻ ശ്രമിച്ച പ്രകടനക്കാർക്ക് നേരെ പോലീസ് വെടിയുതിർത്തു. കുറഞ്ഞത് 5 പ്രതിഷേധക്കാർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും പാർലമെന്റ് കെട്ടിടത്തിന്റെ ചില ഭാഗങ്ങൾ കത്തിക്കുകയും ചെയ്തു. കഴിഞ്ഞ 2 ആഴ്ചയായി പാർലമെന്റിന് മുമ്പിൽ യുവാക്കളുടെ പ്രതിഷേധം നടക്കുന്നുണ്ടെങ്കിലും കഴിഞ്ഞ ദിവസത്തോടെ ഇത് അക്രമാസക്തമായി മാറുകയായിരുന്നു. മുൻ അമേരിക്കൻ പ്രസിഡന്റ് ബാരക് ഒബാമയുടെ അർദ്ധ സഹോദരി കെനിയൻ ആക്ടിവിസ്റ്റ് ഔമ ഒബാമയും നെയ്റോബിയിലെ പാർലമെന്റ് മന്ദിരത്തിന് പുറത്തുള്ള പ്രകടനത്തിനിടെ കണ്ണീർ വാതകം പ്രയോഗിച്ച പ്രതിഷേധക്കാരിൽ ഉൾപ്പെടുന്നു. ഒരു CNN അഭിമുഖമാണ് ഇത് കാണിച്ചത്. തലസ്ഥാനമായ നെയ്റോബി ഉൾപ്പെടെ കെനിയയിലുടനീളമുള്ള വിവിധ നഗരങ്ങളിൽ പ്രതിഷേധക്കാരും പോലീസ് സേനയും തമ്മിൽ ഏറ്റുമുട്ടി. നികുതി വർധനവ് അവതരിപ്പിക്കുന്ന വിവാദ ധനകാര്യ ബില്ലിന് കെനിയൻ പാർലമെന്റ് അംഗീകാരം നൽകിയതിനെ തുടർന്നാണ് സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടത്. ഇത് രാജ്യത്തിന്റെ ഇതിനകം തന്നെ ഗുരുതരമായ ജീവിത ചെലവ് പ്രതിസന്ധിയെ കൂടുതൽ വഷളാക്കുന്നു. രാജ്യദ്രോഹപരമായ നടപടിയാണ് ഉണ്ടായിരിക്കുന്നത്. കുറ്റവാളികൾക്ക് ശക്തമായ മറുപടി നൽകും. പ്രതിഷേധക്കാർ എല്ലാ സീമകളും ലംഘിച്ചാണ് പാർലമെന്റിനുള്ളിലേക്ക് കടക്കാൻ ശ്രമിച്ചത്. സമാധാനപരമായ പ്രതിഷേധം നടത്തിയെന്നാണ് അവർ പറയുന്നത്. അങ്ങനെയെങ്കിൽ അവർ ഒരിക്കലും തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾക്കും ഭരണഘടനാ സ്ഥാപനങ്ങൾക്കും നേരെ ആക്രമണം അഴിച്ചുവിടില്ല. അരാജകത്വത്തിന് ശ്രമിക്കുന്നവരെ വെറുതെ വിടാനാകില്ലെന്നും പ്രസിഡന്റ് വില്യം റൂട്ടോ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.